ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് എ പ്ലെയിൻ കർവ്. വളരെ എളുപ്പമുള്ളൊരു സെക്ഷനാണ്. ഒരു 2 വീഡിയോയിലൂടെ കഴിയുന്ന വളരെ ചെറിയ സെക്ഷൻ കൂടിയാണ്. നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം, സെക്ഷനിലേക്ക് പോകാം. ലെങ്ത് ഓഫ് എ പ്ലെയിൻ കർവ് ഓർ ആർക്ക് ലെങ്ത്. അപ്പോൾ നമുക്ക് ഈ സെക്ഷനിൽ y = f of x ഫംഗ്ഷൻ, y = f of x ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നു. So you got a curve and you have to find the length of the curve from A to B. തന്നിരിക്കുന്ന കർവ് ഏതാണ്? തന്നിരിക്കുന്ന കർവ് y = f of x ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ y ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡയറക്റ്റായിട്ട് ഫോർമുല പറയാനേ ഉള്ളൂ. ഫോർമുല പഠിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കർവ് y = f of x ആണ്. അപ്പോൾ നിങ്ങളുടനെ ആ y നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. dy/dx കാണുക, അതിനെ സ്ക്വയർ ചെയ്യുക. സോ യു ഫൈൻഡ് dy/dx ദ ഹോൾ സ്ക്വയർ. യു ഫൈൻഡ് 1 + dy/dx ദ ഹോൾ സ്ക്വയർ. ഞാൻ ഫോർമുലയ്ക്ക് എത്തുകയാണ് കേട്ടോ. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക. സ്ക്വയർ റൂട്ട് ഓഫ് ഈ കിട്ടിയ സാധനത്തിനെ നിങ്ങൾ A to Bയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x. ദിസ് ഈസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ ആർക്ക് ലെങ്ത്. സോ ആർക്ക് ലെങ്ത് L is given by integral A to B square root of 1 + dy/dx square dx. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആകെയുള്ള വർക്ക് എന്താ? വൺ കർവ് വിൽ ബി ഗിവൺ, y will be given, you find dy/dx, square it, find 1 + dy/dx whole square, square root, integrate that function. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു കാര്യം പറയാം. ചിലപ്പോഴൊക്കെ ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ നമുക്ക് ചെറിയൊരു പ്രയാസം വരും. അപ്പോൾ അപ്ലൈ ചെയ്യാൻ നമുക്ക് പുതിയൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല നമുക്ക് y = f of x എന്നുള്ള ഫംഗ്ഷൻ തന്നിട്ടില്ലേ, അവിടെ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാമല്ലോ. x will be a function of y. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞാൽ അത്ര ക്ലിയർ ചെയ്യണമില്ല. സപ്പോസ് y = x². x². ഏത് ഫോർമുല ഉള്ളത്? y = f of x ഫോർമുല. ഫ്രം ഹിയർ വാട്ട് ഈസ് x? ഫ്രം ഹിയർ x = square root of y ആണ്. സോ x will be a function of y. So you take x = g of y. ഇങ്ങനെ വരികയാണെങ്കിൽ ലെങ്ത് L is given by integral c to d. A to b എന്നോ c to d എന്ത് വേണമെങ്കിലും എടുക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 1 + dx/dy സ്ക്വയർ dy. നേരത്തെ dy/dx ആയതെങ്കിൽ ഇപ്പോൾ ഇത് dx/dy കാണാം. ഒരു മാറ്റമേ ഉള്ളൂ. ഇത് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ പ്രയാസപരമായി മാത്രമേ നമ്മൾ ഇതിലേക്ക് പോകുള്ളൂ. അത് ഫോർമുല ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ബാക്കി നമുക്ക് പ്രോബ്ലത്തിൽ ഇത് കാണാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ്, ദിസ് വൺ. അപ്പോൾ അത് dy/dx, ഇതല്ലേ ഫോർമുല. dy/dx കാണാം. നൗ dy/dx = ഇവിടെ 4√2/3 കോൺസ്റ്റൻ്റാണ്. x⁵3/2 ഡെറിവേറ്റീവ് n x⁻n−1. ശരിയല്ലേ? ഇത് x⁻n ഫോർമുല, n x⁻n−1. അപ്പോൾ ക്യാൻസൽ ചെയ്താൽ 3 ക്യാൻസൽ ചെയ്യും. സോ ദിസ് = 2√2 ഇൻറ്റു x⁻1/2. x⁻1/2 ഈസ് √x. ഓക്കെ അല്ലേ? ഇനി ആ വാല്യൂസ് അവിടെ റീപ്ലേസ് ചെയ്യാം. സോ ലെങ്ത് L ഈസ് ഗിവൺ ബൈ L = integral A to B. ഇവിടെ അത് 0 to 1 ആണ്. സോ integral 0 to 1 square root of 1 + dy/dxൻ്റെ സ്ക്വയർ. ഈ dy/dxൻ്റെ സ്ക്വയർ കാണണം. സ്ക്വയർ കാണുമ്പോൾ 2² 4, √2² 2, √x² x-ഉം 4 to 8 8x. സോ 1 + 8x dx എന്നുണ്ടാവും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യാം? ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് √x ഫോർമുല ആണ്. അപ്പോൾ ഇയാളെ u എന്ന് വിളിച്ചാൽ മതി. സപ്പോർട്ട് 1 + 8x. Support 1 + 8x = u, or 8 dx = du, or dx = du/8 എന്നുണ്ടാവും. ശരിയല്ലേ? ലിമിറ്റോടെ നമുക്ക് മാറ്റാം. x 0 ആകുമ്പോൾ x = 0 implies x-ൻ്റെ ലോവർ ലിമിറ്റ് 0 അല്ലേ? x 0 ആകുമ്പോൾ ഈ ടേം 0 ആവും. u = 1. And when x = 1,
എക്സ് ഇസിക്കൽ 1. എക്സ് 1 ആകുമ്പോൾ യു ആരാണ്? യു ഇസിക്കൽ 9 ആണ്. യു ഇസിക്കൽ 9. അപ്പോൾ വാല്യൂസ് നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 becomes 1 to 9. So 1 to 9 റൂട്ട് ഈ 1 plus 8x നമ്മൾ എന്താ പേര് വിളിച്ചത്? യു എന്ന് വിളിച്ചത്. റൂട്ട് യു ആൻഡ് ഡി എക്സ് ഈസ് ഡി യു ബൈ 8. സോ 1 by 8 times ഡി യു. ഓക്കെ അല്ലേ? ഇനി ഇത് നമുക്കൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 1 by 8 times റൂട്ട് യു എന്ന് പറഞ്ഞാൽ യു റേസ് ടു 1 by 2. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു റേസ് ടു 1 by 2 plus 1 by 1 by 2 plus 1. So 2 by 3 times u raised to 3 by 2. Limit 1 to 9. Okay. So this is equal to 2 by 27. 2 by 24 അല്ലേ? ഇത് കട്ട് ചെയ്യണം. സോ കട്ട് ചെയ്താൽ 1 by 12. സോ 1 by 12 ഇൻറ്റു ഇവിടെ അപ്പർ ലിമിറ്റ് 9 കൊടുത്താൽ 9 raised to 3 by 2. So 3 cube 27. So 27 minus 1. So 28 by, so 26 by 12. Or 13 by 6.